ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ സാഗറിനോട് നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പറയാടാ, നീ നല്ലോണം അണിഞ്ഞൊരുങ്ങിയൊക്കെ ചെല്ല്. അവള് നിന്നെയാണ് സ്നേഹിച്ചത്. എന്തോരം ഞാനടക്കം ഒരുപാട് ചെറുപ്പക്കാർ മോഹിച്ചവളാ മഹാലക്ഷ്മി. പക്ഷെ നിന്നെയല്ലേ അവൾ ഇഷ്ടപ്പെട്ടെ. നീ വേഗം ചെല്ല്, പോയി എന്താ പറയാ കൈനീട്ടം മേടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ സാഗർ ഭയങ്കര മുടിയൊക്കെ വാരി ഭയങ്കര സുന്ദരക്കുട്ടപ്പനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. കമലേശ്വരത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദുർഗാമയും നമ്മുടെ മഞ്ജുവുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരിങ്ങനെ ഇവിടെ സാഗറിനെ കാണുമ്പോ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ വരുന്നുണ്ട് രാവിലെ തന്നെ, നിനക്ക് വേറൊരു പണിയില്ലേ, നിന്നെയാണോ ഞങ്ങൾ വിഷുവായിട്ട് കണി കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, താൻ കൈനീട്ടം കൊടുക്കുക, എന്നാലും അവന്റെ ഒരു വർഷം നല്ലതാകും എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ എന്താ പറയാ സാഗറിന് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അപ്പൊ സാഗർ നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ തന്നെ നോക്കുന്നത് സാഗർ കൊടുത്ത സാരിയാണോ ഇട്ടിരിക്കുന്നതെന്നാട്ടോ. പക്ഷെ അതായിരിക്കില്ല, വേറൊരു സാരി ആയിരിക്കും. കണ്ണൻ കൊടുത്ത ഒരു വിഷുക്കോടി ആയിരിക്കും നമ്മുടെ എന്താ പറയാ മഹാലക്ഷ്മി അണിയുന്നത്. അപ്പൊ അവിടെ ചെറുതായിട്ട് ഒരു നിരാശ വന്നാൽ കൂടിയും നമ്മുടെ സാഗർ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പൊ നമ്മുടെ കണ്ണൻ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് കുറച്ച് അമ്പലങ്ങളിൽ പോകണം, സാഗർ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ആകെ കുടുംബക്ഷേത്രത്തിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ക്ഷേത്രത്തിൽ പോയതിന് പിന്നാലെ നമ്മുടെ മഞ്ജുവും ദുർഗയും കൂടി നമ്മുടെ കണ്ണന്റെ മനസ്സ് പിന്നെയും കുത്തിയിട്ടിളക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നാട്ടുകാരും പറഞ്ഞു തുടങ്ങി, നിന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാട്ടുകാരുടെ വർത്താനം കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് വിശ്വസിച്ച് ഞങ്ങൾ പലരുടെ കൂടെ പോകും, അതിന് അമ്മയും പെങ്ങളും പറയുന്നത് പോലെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ എന്താ പറയാ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിരിക്കുവാണ്. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തിരിയുമ്പോൾ നമ്മുടെ സുന്ദരി മുത്തശ്ശി നമ്മുടെ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദേവി എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കുന്നുണ്ട്. നമ്മുടെ ദേവി തിരിച്ച് മഹാലക്ഷ്മിക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ദേവി അമ്മമ്മ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ഒരു ഒറ്റ നാണയം മോളുടെ അയ്യപ്പസ്വാമി ഇല്ലേ, നമ്മുടെ മോളുടെ പൂജാമുറിയിൽ അയ്യപ്പസ്വാമിയുടെ തൊട്ട് മുന്നിൽ തന്നെ വെക്കണം. എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഒരു ഒറ്റ നാണയം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയും കൂടി, നമ്മുടെ കരുണയുടെ മുത്തശ്ശിയും കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്, അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ മഹാലക്ഷ്മി വരുന്നു. അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയും കൂടി പോയി മഹാലക്ഷ്മിയോട് ചൂടാവുന്നുണ്ട്. ഓ, ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് നീ വന്നതാണല്ലേ, നിന്റെ അമ്മ മോഹിനി പറഞ്ഞിട്ടുണ്ടാകും അവര് വന്നേക്കുമ്പോ പോകാൻ അല്ലേടി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.